ഹലോ ഗൈസ്, ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചന്ദ്രമതിയുടെ വഴക്ക് കാരണം രേവതി പനിയായിട്ടും അടുക്കള കയറി പാചകം ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ സച്ചി അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, വേണ്ട നീ ഒന്നും ചെയ്യണ്ട, ഞാൻ കഞ്ഞി ഉണ്ടാക്കി രാവിലെ വെച്ചിട്ടുണ്ട്, അത് അച്ഛൻ കഴിച്ചോളും, അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ വല്ലതും ഉണ്ടാക്കി കഴിച്ചോളും, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന്. വേണ്ട സച്ചിയേട്ടാ, അമ്മ വഴക്ക് പറയല്ലേ എന്നൊക്കെ ചോദിക്കും. അതൊന്നും നീ ശ്രദ്ധിക്കണ്ട, നീ വാ എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിക്കുള്ള കഞ്ഞി എടുത്തുകൊണ്ടുവന്ന് ഹാളിലിരുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതി ആദ്യമൊന്നും വേണ്ട എന്നൊക്കെ പറയും, എന്നാലും നീ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി തന്നെ കോരി കൊടുക്കുകയാണ്. അന്നേരം രേവതി കുറേശ്ശെയൊക്കെ കഴിക്കും. കഴിച്ച് കഴിയുമ്പോൾ പറയും, എന്നാൽ പിന്നെ ബാ നമുക്ക് പെട്ടെന്ന് ഒരുങ്ങ് ഹോസ്പിറ്റലിൽ പോയേക്കാന്ന് പറയും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനൊന്ന് റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പറ്റത്തില്ല, നീ പെട്ടെന്ന് ഒരുങ്ങ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കണം, നീ ഇവിടെ വയ്യ കിടന്നാൽ ആരും നോക്കാനൊന്നും കാണുകയില്ല, വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ് രേവതിയെ. ചന്ദ്രമതിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, എന്നിട്ട് ഹാളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പം രവീന്ദ്രൻ വന്ന് അദ്ദേഹത്തിനുള്ള കഞ്ഞി എടുത്തുകൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിക്കുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, എന്താ വിശക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി കഞ്ഞി എടുത്ത് കുടിക്കാൻ, എനിക്കൊന്നും അവൻ്റെ കഞ്ഞിയൊന്നും വേണ്ട എന്ന് പറയും. എന്നാൽ പിന്നെ നീ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക, അല്ലാതെ തന്നെ ചെയ്യാനാ, ഈ കഞ്ഞിയോടൊക്കെ വെറുപ്പ് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. എനിക്കിപ്പോൾ അവൻ്റെ കഞ്ഞിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് ചന്ദ്രമതി. എന്തായാലും നിൻ്റെ കൂടെ കഴിയുന്നതിന് എനിക്ക് വല്ല അവാർഡും തരണം എന്നൊക്കെ രവീന്ദ്രനുണ്ടെ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്, നിങ്ങൾക്ക് രേവതി ഇവിടെ വന്നേ പിന്നെ എന്നോടുള്ള ഇഷ്ടക്കേട് കൂടിക്കൂടി വരിക, ഭയങ്കര വഴക്കാണല്ലോ എന്നോടെന്നൊക്കെ പറയും. ഇനിയിപ്പോൾ അതുകൂടെ രേവതിയുടെ പുറത്തോട്ട് വെച്ചോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ട് പറയും, എന്തായാലും നിനക്ക് വിശക്കുന്നുണ്ട്, നീ പോയിച്ചിട്ട് കഞ്ഞി എടുത്ത് കുടിച്ചോളാൻ പറയും. ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് പിന്നെ ചെന്ന് കഞ്ഞി എടുത്ത് കുടിക്കുകയാണ് ചന്ദ്രമതി. ഈ സമയം രേവതിയും സച്ചിയും കൂടെ ഡോക്ടറെ കണ്ടുവച്ച് മരുന്നൊക്കെ മേടിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. അന്നേരം സച്ചി പറയും, നീ എന്തായാലും മരുന്നൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ ചെന്ന് റൂമിൽ കിടന്ന് ഉറങ്ങണമെന്ന്. ഞാൻ റൂമിൽ കിടന്നൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ വഴക്ക് പറയുന്നു. ആരും വഴക്ക് പറയില്ല, ആരും വഴക്ക് പറഞ്ഞാലേ അതിന് മറുപടി പറയാൻ എനിക്കറിയാം, നീ അവിടെ ചെന്ന് റെസ്റ്റ് എടുത്താൽ മതി, നിനക്ക് എന്തെങ്കിലും വയ്യാഴിക വന്നാൽ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരുമില്ല, അതുകൊണ്ട് നമുക്ക് പൂമാലയൊക്കെ 2 ദിവസത്തേക്കുള്ളത് അമ്മ ഏൽപ്പിക്കാം, അമ്മ കൊടുത്തോളും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം നോക്കുമ്പോഴത്തേന് ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ മകനെയും കൂടെ കൊണ്ട് അങ്ങോട്ട് വരുവാണ്. അന്നേരം അവരുടെ അമ്മ ഇങ്ങനെ കരഞ്ഞാണ് വരുന്നത്. അപ്പം രേവതി പറയുന്നത്, വിമലാൻറ്റി അല്ലേ വരുന്നെന്ന്. അതേന്ന് പറഞ്ഞ് ഇവരെണ്ണെ അടുത്തില്ല. അപ്പോൾ തന്നെ എന്നെ ആൻറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, കുഞ്ഞ് ഒരു കാറിന് മുമ്പിൽ പെട്ട് ഒന്ന് കണ്ണിനെന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്, അവിടെ നീ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്ന് പറഞ്ഞ് ഇവർ ഡോക്ടറെ അടുത്ത് കാണിക്കും. ഡോക്ടർ പറയും, എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ, നെർവിന് വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ പുറത്തോട്ടിരിക്കാൻ പറയുമ്പോഴത്തേന് ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോഴത്തേന് ഇവരുടനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. രേവതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയത് ആൻറ്റി എന്നൊക്കെ. കുഞ്ഞ് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീടിൻ്റെ മുറ്റത്ത്. അപ്പോൾ കയ്യിൽ നിന്ന് ഒരു പന്ത് ഉരുണ്ട് റോഡിലേക്ക് പോയി ഒരു കാറിൻ്റെ മുമ്പിലോട്ട് ചെന്ന് വീണു. അപ്പോഴത്തേന് കാറിൻ്റെ മുമ്പിൽ നിന്ന് ആ ബോൾ എടുക്കാൻ ചെന്നപ്പോഴത്തേന് വീണതാണ്. പക്ഷെ കാർ ഇടിച്ചൊന്നുമില്ല, കാറങ്ങ് നിർത്താതെ അങ്ങ് പോയി. പിന്നെ ആ വീഴ്ചയിൽ കണ്ണിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ ഇവിടെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു, അതുകൊണ്ടാണ് വന്നെന്നൊക്കെ പറയും. കുഴപ്പമൊന്നും കാണുകയില്ല ആൻറ്റി വിഷമിക്കുകയൊന്നും വേണ്ട, ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ഞങ്ങളിവിടെ നിന്നോളാം എന്നൊക്കെ പറയും. എന്നിട്ട് സച്ചി രേവതിയോട് പറയും, രേവതി നീ വീട്ടിൽ പോയിക്കോ, ഞാൻ ഇവിടെ നിന്നോളാം. വേണ്ട, ഞാനിവിടെ നിൽക്കാമെന്ന് പറഞ്ഞിങ്ങനെ രേവതി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ അമ്മ ഓർക്കുന്നുണ്ട്, ഇവരിവിടെ നിന്നാൽ എങ്ങനെയാണ് ശ്രുതിയെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചില്ലെങ്കിൽ അവൾ ബഹളം ഉണ്ടാക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഷോറൂമിൽ ഓരോരുത്തർക്കും ഓരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിങ്ങനെ നടക്കുമ്പോഴാണ് ശ്രുതിയുടെ ഫോൺ ഇരുന്ന് അടിക്കുന്ന കാണുന്നത്. അപ്പോൾ ശ്രുതിയെ വിളിച്ച് പറയുന്നുണ്ട്, ശ്രുതി ഒരു M എന്ന് സേവ് ചെയ്തിരിക്കുന്ന ഒരു നമ്പറിൽ വിളിക്കുന്ന ആരാന്ന് ചോദിക്കും. അതിൻ്റെ ഒരു കസ്റ്റമറാണ്, ഇങ്ങനെ തന്നെ മഞ്ജു എന്നാ പേരെന്ന് പറഞ്ഞ ഉടനെ ആ ഫോണുമായിട്ട് ശ്രുതി അങ്ങോട്ട് മാറി നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വിളിക്കരുതെന്ന്, ഞാനിപ്പോൾ ഷോറൂമിലാണെന്നൊക്കെ പറയും. ശ്രുതി അതല്ല, കുഞ്ഞിനൊരു അപകടം ഉണ്ടായി, ഇപ്പോൾ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ എന്ത് പറ്റിയെന്ന് ചോദിക്കും. അവൻ കാറിൻ്റെ മുമ്പിലേക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് ഒന്ന് വീണു, അപ്പോൾ കാർ ഇടിച്ചില്ലെങ്കിലും ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നൊക്കെ പറയും. എൻ്റെ കുഞ്ഞിന് എന്നാ പറ്റി, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാമെന്നൊക്കെ പറയും. നീ ഇങ്ങോട്ട് ഇപ്പം വരണ്ട, സച്ചിൻ രേവതി ഇവിടെ ഉണ്ട് എന്ന് പറയും. സച്ചിൻ രേവതി എങ്ങനെ അവിടെ വന്നെന്ന് ചോദിക്കും. അമ്മ അവളെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചതൊന്നുമല്ല, പക്ഷേ അവരിപ്പം രേവതിക്ക് പനിയാന്ന് പറഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ വന്നതാന്നൊക്കെ പറയും. അന്നേരം ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ശ്രുതി അങ്ങോട്ട് വന്നിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. അന്നേരം ശ്രുതി നിങ്ങൾ സംസാരിക്കുന്നൊക്കെ പറഞ്ഞ് വീണ്ടും അമ്മയോട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും അമ്മ ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണമെന്നൊക്കെ പറയും. അത് നീ ഇപ്പോൾ എങ്ങനെ വന്നാൽ എങ്ങനെയാണ് ശരിയാകുന്നത്, ഇപ്പം ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക, ചിലപ്പോഴാണെങ്കിൽ ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്നൊക്കെ പറയും. എന്നാലും ഞാൻ അങ്ങോട്ട് വരാം അമ്മ, എനിക്ക് ആദ്യം കാണണമെന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. എന്നാൽ ഞാൻ എങ്ങനെയും സച്ചിൻ്റെ അവധിയെ ഒഴിവാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് ശ്രുതി പറയും, ശ്രുതി നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ്സൊന്നും പോരാ, നമുക്ക് ശരി വലിയ വലിയ ബിസിനസ്സൊക്കെ കിട്ടണം, അതിനുവേണ്ടി
ഹോസ്പിറ്റലുകളൊക്കെ ഒന്ന് നമുക്ക് നോക്കിയാലോ, അവിടുത്തെ വലിയ പർച്ചേസിംഗ് ഒക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തൽക്കാലം അവർക്ക് ചെറിയ ചെറിയ കെറ്റിലും അതുപോലുള്ളതൊക്കെ അവർക്ക് വിതരണം ചെയ്യുന്നത് നല്ലതായിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കും. അത് നല്ല ഐഡിയ ആണ്, പക്ഷേ അതിനൊക്കെ ഒരു ആളെ വെക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. എന്തിനാ വേറെ ആളെ വെക്കുന്നത്, അതൊക്കെ ഞാൻ തന്നെ അങ്ങ് ഡീൽ ചെയ്തോളാം, ഇപ്പം എനിക്ക് വർക്കൊക്കെ കുറഞ്ഞിരിക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് കെറ്റിലൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാമെന്ന് പറയുന്നത്. ശ്രുതി പറയുന്നുണ്ട്, ഓ എൻ്റെ ശ്രുതി, നിനക്ക് എന്തൊരു ബുദ്ധിയാണ്, എൻ്റെ തലയിലുള്ളതിനെക്കാട്ടി ബുദ്ധി നിനക്കുണ്ട് കേട്ടോ, സമ്മതിച്ച് തന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുടനെ ശ്രുതി എന്ന് കുറച്ച് കെറ്റിലൊക്കെ എടുത്ത് പൊതിഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അന്നേരം ശ്രുതിയിരുന്ന് ഓർക്കുന്നുണ്ട്, ഓ എൻ്റെ ബിസിനസ്സൊക്കെ അങ്ങ് വലിയ നിലയിലേക്ക് പോകുമല്ലോ എന്നൊക്കെ. ഈ സമയം ഡോക്ടർ പരിശോധിച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇവർ ചെന്ന് ചോദിക്കും, കുഞ്ഞിനെ എങ്ങനെ ഉണ്ടെന്ന്. ഒരു കുഴപ്പമില്ല, ഒരു ആഴത്തിലൊരു മുറിവുണ്ടെന്നേ ഉള്ളൂ, അത് ബാൻഡേജ് ഇടാനുള്ളതേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയും. എന്നാൽ ഞങ്ങൾ കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല, ഇവിടെ ഒരാൾ നിന്നാൽ മതി, ബാക്കിയുള്ളവർക്ക് പോകാമെന്നൊക്കെ പറയും. എന്നാൽ നിങ്ങൾ പൊക്കൂ, രേവതിക്ക് പനിയൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതി പറയും, വേണ്ട ആൻറ്റി, ഞാനിവിടെ നിൽക്കാമെന്ന് പറയും, ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ടേ പോകുന്നുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. വിമല മാക്സിമം ഇവരെ ഒന്ന് ഒഴിവാക്കാൻ നോക്കിയിട്ടും ഇവർ പോകാതെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് വരുന്ന നേഴ്സിനോട് ഇവർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് കുഞ്ഞിനെന്നൊക്കെ. നിങ്ങൾ ഒരാൾ ബൈസ്റ്റാൻഡറായിട്ട് ഇവിടെ നിന്നാൽ മതി, അല്ലാത്ത ഒരു പൊക്കോ എന്നൊക്കെ പറയും. എന്നാൽ ഞങ്ങൾ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ എന്ന് നേഴ്സിനോട് അവർ ചോദിക്കും. അപ്പോൾ എന്നെ കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്ന്. ഈ സമയത്താണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ശ്രുതി അവിടെ എല്ലാം നോക്കുന്നുണ്ട്, ഇവരെ കാണുന്നുമില്ല. ഇവരാണ് കുഞ്ഞിനെ കാണാനായിട്ട് നേരെ അകത്തേക്ക് അങ്ങ് പോവുകയും ചെയ്ത്. എവിടെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി നിന്നിട്ട് ശ്രുതി ഓർക്കുന്നുണ്ട്, സച്ചിൻ രേവതിയും പോയി കാണുമോ, രേവതിക്ക് പനിയായതുകൊണ്ട് ചിലപ്പം പോയി കാണുമല്ലോ എന്നിങ്ങനെ ഓർത്ത് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.